നമ്മുടെ ടിയക്കുട്ടി ആൻഡ് അഡ്വിക് ചാത്തനകുളം നിമിഷ രജീഷ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ ഏകദേശം 46 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുവിധമുള്ള നമ്മുടെ മലയാളികൾക്ക് സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന മലയാളികൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് ആ ഒരു ടിയക്കുട്ടിയുടെ ചാനൽ എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ കുറേ വീഡിയോസ് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. അവർ കഴിഞ്ഞ കുറേ വീഡിയോസ് അല്ല, കോവിഡ് സമയത്തിന് മുന്നേ തന്നെ ഇവർ വീഡിയോസൊക്കെ വളരെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ഇവർ വീഡിയോസൊക്കെ ഇടാറുണ്ട്. കുറച്ചധികം വീഡിയോസൊക്കെ ഞാനും കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ അങ്ങനെ സ്ഥിരം കാണത്തില്ല. ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ അവരുടെ ഈ ഇൻഫ്ലുവൻസർ എന്നാണ് അവർ സ്വയം പറയുന്നത്. ഇൻഫ്ലുവൻസർ മീൻസ് എന്തുവാണ്? നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ഇൻഫ്ലുവൻസറാണ് സ്വയം പറയുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സമൂഹത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള വല്ല മെസ്സേജോ അല്ലെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും സമൂഹത്തിന് സ്വന്തം ഫാമിലിക്ക് മാത്രമല്ല സമൂഹത്തിന് കണ്ടാൽ അത് അവരെ ഫോളോ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കുറേ കണ്ടൻസ് അവരിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഇൻഫ്ലുവൻസർ എന്ന് പറയത്തുള്ളൂ. ഇപ്പോൾ സ്വയം ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് ഞാൻ പറഞ്ഞ് ഞാനൊരിക്കലും ഒരു ഇൻഫ്ലുവൻസർ ആവത്തില്ല. അത് എൻ്റെ വീഡിയോസും എൻ്റെ കണ്ടൻറ്റും ഇൻഫ്ലുവൻസർ ആണെന്നിരിക്കട്ടെ, അവർ ഇൻഫ്ലുവൻസറാണ് എന്നവർ വിൽക്കുന്ന അങ്ങനെയെങ്കിൽ ഇരുന്നോട്ടെ. അപ്പോൾ എന്തായാലും ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ആയിട്ട് ഒരു ബാക്ക് ടു സ്കൂൾ എന്നും പറഞ്ഞ് 2 വീഡിയോസ് വരുന്നു. പാർട്ട് 1 പാർട്ട് 2 എന്നും പറഞ്ഞ് 2 വീഡിയോ. അതായത് കുട്ടികൾ സ്കൂളിലോട്ട് പോകുന്നതിന് മുന്നതായിട്ട് ഒരു ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ. അത് അവരുടെ എല്ലാ വീഡിയോസും കുറേ അനാവശ്യ ദൂർത്തായിട്ടുള്ള കുറേ ഷോപ്പിംഗ്, അതായത് ഈ പാവപ്പെട്ട പൊതുജനങ്ങളുടെ നമ്മൾ ഈ വീഡിയോ കാണുന്ന വഴി അവർക്ക് റീച്ച് വരികയും അതുവഴി അവർ ഫേമസ് ആവുകയും അതുവഴി പരസ്യം വഴി അല്ലാണ്ട് അവർക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുകയും ആ ഇൻകം വെച്ചിട്ട് അവർക്ക് ഓൾറെഡി അവർ റിച്ച് ഫാമിലിയാണ്. എന്നിരുന്നാലും ഈ ഇൻകവും കൂടെ വെച്ചിട്ട് അവർ നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നു, ലക്ഷൂറിയസ് ആയിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നു, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്നു, കുട്ടികളെ അഹങ്കാര ബുദ്ധിയോടുകൂടി വളർത്തുന്നു. ഇതൊക്കെയാണ് നമ്മൾ അവരിൽ നിന്ന് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കുറേ മാറ്റേഴ്സ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതാണ്. ഇനി നമുക്ക് ഇവിടെ ടീക്കുട്ടിക്ക് കുറച്ച് സംഭവങ്ങൾ ഇഷ്ടമായിട്ടുണ്ട്. ഓക്കെ ഫൈൻ, അത് ഒരെണ്ണം എടുക്കാം. ഒരു ട്രയൽ. സാറ്റർഡേസിലൊക്കെ നിനക്ക് ഇനി ക്ലാസ്സസ് ഉണ്ടാവും. അടിപൊളി ഗൈസ്, ഇവിടെ അടിപൊളി സംഭവങ്ങളുണ്ട് കേട്ടോ. ലഞ്ച് ഇഷ്ടായോ? ഇത് ഇഷ്ടായോ? ഏതാ നിനക്ക് ഇഷ്ടമുള്ള ഒരു കളർ എടുത്തോ. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ. ഇവിടെ ബേബി ഗേൾസിന് ഒരു സെറ്റ് ഉണ്ട് ടിയ, നോക്കിയ മുന്നേ. ബാക്ക് ടു സ്കൂൾ ഒരു സെറ്റ് ഉണ്ട്. പിന്നെ ബോയ്സിനുണ്ട് കേട്ടോ. ഇതാ നമ്മൾ LKG UKG പോകുന്ന കുട്ടികൾക്കൊക്കെ അതെ. ഏതാ? യെസ് എടുത്തോ, ഒരെണ്ണം എടുത്താൽ മതി. ആദ്യ കൂട്ടിൽ എനിക്ക് ഡൈനോസർ എടുക്കണം. അതൊക്കെ നിന്റെ ചോയ്സ്. ഓക്കെ, അപ്പൊ ടീക്കുട്ടി ഒരു ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇവിടെയൊക്കെ കളർസിന്റെ ഒരു ഭയങ്കര സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതിനൊക്കെ റേറ്റ് 379 രൂപയാണ്. സേവ് ആണ് 5. യെസ്, ഇപ്പൊ വന്നാൽ നിങ്ങൾക്ക് ഇത് വാങ്ങിയിട്ട് പോവാം. കുറച്ച് കഴിഞ്ഞ് വന്നാലൊന്നും ഉണ്ടാവില്ല. ദെൻ ടീക്കുട്ടിക്ക് മദ്യക്കൂട്ടിനും 2 വാങ്ങിച്ചു. ജോമെട്രി ഇതുണ്ടോ ലഞ്ച് ബോക്സിന്റെ പോസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത 2-3 വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ എനിക്ക് 2 കുട്ടികളുണ്ട്. അതിൽ ഒരിതെന്ന് വെച്ചാൽ 3 ബാഗ്, സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 3 ബാഗ്. ഇപ്പം സാധാരണ ഈ ആവറേജ് മലയാളികളാണ് ഇവരുടെ വീഡിയോസ് എല്ലാം കാണുന്നത്. അല്ലാണ്ട് ഇപ്പം വളരെ തിരക്കിട്ട ലൈഫ് നയിക്കുന്നവരോ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും വീഡിയോസ് കണ്ടിരിക്കാനുള്ള സമയമുണ്ടെന്ന്. അപ്പോൾ ഈ ആവറേജ് മലയാളികൾ സാധാരണ എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് 2 കുട്ടികളാണ്. അപ്പോൾ ഈ 2 കുട്ടികൾക്ക് ഈ വർഷം സ്കൂൾ ബാഗ് മേടിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ബാഗ് നന്നായിട്ടിരിപ്പുണ്ട്, അതിന് പ്രത്യേകിച്ച് കേടൊന്നും ഉണ്ടായിട്ടില്ല. സിബു എല്ലാം ഓക്കെയാണ്, കൊണ്ടുപോകാം. ഇത്തവണ കൊണ്ടുപോകാൻ പെർഫെക്റ്റ് ആണ് എന്ന് തോന്നിയതിൻ്റെ പേരിൽ സ്കൂൾ തുറക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ നമ്മളൊന്നൊരിക്കൽ കൂടെയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടുക ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥിരം ഈ ടിയക്കുട്ടിയുടെ വീഡിയോ കാണുന്ന ഒരു കുട്ടിക്ക് തോന്നും ഒരാളിന് 3 ബാഗൊക്കെ മേടിക്കണോ, ഇത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഷോപ്പിംഗ് വേണോ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇത്രയും വേണോ? എന്നിട്ട് ആ ടിയക്കുട്ടിയുടെ അമ്മ പറയുന്നൊരു ഡയലോഗുണ്ട്, മക്കളെ തീർച്ചയായിട്ടും നിങ്ങളിത് മേടിച്ചിരിക്കണം കേട്ടോ, യു മസ്റ്റ് ട്രൈ, ഇതെന്തായാലും മേടിച്ചേ പറ്റൂ. അവർക്ക് അങ്ങനെ അവിടെ നിന്ന് മക്കളെ ഇത് മേടിച്ചേ പറ്റുള്ളൂ എന്ന് പറയാം. കാരണം അവരിത് പറയുന്ന ഒരു പരിധിവരെ പ്രൊമോഷനാണ്. അവർക്കതിന് പൈസ കിട്ടും. പക്ഷേ മറ്റുള്ളവരുടെ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ കാണുന്നവർ കുട്ടികളായിരിക്കും. ടിയക്കുട്ടി എന്ന് പറയുന്ന കൊച്ചിൻ്റെ ചാനലാണ്. ഈ അമ്മ അതിൻ്റെ അകത്ത് വന്ന് കുറേ ക്യൂട്ട്നെസ്സൊക്കെ വാരി മെഴുകുന്നുണ്ടെങ്കിലും കൂടുതലും വീഡിയോയിൽ ഒരു ഇതായിട്ട് വരുന്നത് കണ്ടൻ്റായിട്ട് വരുന്നത് ആ ടിയക്കുട്ടി അതിൻ്റെ ബ്രദർ അഡ്വിക് എന്ന് പറയുന്ന കുട്ടിയാണ്. അപ്പം
നോർമലി ഈ വീഡിയോസ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കുട്ടികളാണ് ടിയ കുട്ടിയുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നതും കാണുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്കൊരു മനസ്സുണ്ടാവും, അവർക്കറിയത്തില്ലല്ലോ പാരൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതൊന്നും. ഈ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മിക്ക പാരൻസും സാമ്പത്തികമായി മോശമാണെങ്കിലും കുഞ്ഞുങ്ങളോട് അതൊന്നും പറയത്തില്ല. കാരണം വെറുതെ പ്രഷർ ഈ കുഞ്ഞു പ്രായത്തിലെ തലയിലെടുത്ത് വെച്ച് കൊടുക്കണ്ട എന്നൊരു ചിന്ത ഉണ്ടാവുന്നവർ ഒരുപാട് പാരൻസ് എനിക്കറിയാവുന്നവരുണ്ട്. അവർക്കുള്ള സ്വകാര്യമായിട്ടുള്ള വിഷമങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ ഒക്കെ കുട്ടികളെ പറഞ്ഞ് കുട്ടികളെ വെറുതെ നെർവസ് ആക്കണ്ട, അവർക്ക് പഠിക്കുന്നതിന് സ്റ്റഡീസിനെ ബാധിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് വിഷമാവും. അപ്പം കുഞ്ഞുങ്ങൾ വിചാരിക്കുന്ന എന്താണ്, പാരൻസ് ഈ കഴിഞ്ഞ വർഷം കൊണ്ടുപോയ ബാഗ് മോളെ അല്ലെങ്കിൽ മോനെ ഈ വർഷം ഓക്കെയാണ്, അത് ഈ വർഷം കൂടി കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വിചാരിക്കുന്ന എന്താണ്, ടിയ കുട്ടിയുടെ അമ്മ 3 ബാഗ് ഒരാൾക്ക് മേടിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ഞങ്ങളുടെ പാരൻസ് ഞങ്ങൾക്ക് അങ്ങനെ മേടിക്കുന്നില്ല എന്ന് കുഞ്ഞുങ്ങൾ വിചാരിക്കും. അതുമാത്രമല്ല, ഇത്രയും എന്താണ് സ്നാക്സ് മേടിക്കുന്ന സമയത്ത് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്നാക്സൊക്കെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് കൊടുക്കണം, ഇത്രയും മുട്ടായി ഒരുമിച്ച് ഒരു ഷോപ്പിങ്ങിന് തന്നെ മേടിക്കേണ്ടതായിട്ടുണ്ടോ? എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചു നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതിന്റെ അൺബോക്സിങ് എന്തായാലും ഉണ്ടാവില്ല ഇല്ലട്ടിയാ, ഇത് ഓൾറെഡി എല്ലാം അറിഞ്ഞതല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്ക് നമ്മളും കുഞ്ഞുങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ സ്നാക്സ് മേടിക്കും, ടോയ്സ് മേടിക്കും, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ചു കൊടുക്കും. സ്ഥിരമായിട്ടല്ലെങ്കിലും വല്ലപ്പോഴും കൂടിയെങ്കിലും നമ്മൾ കൊച്ചുങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡും ടോയ്സും സ്നാക്സും എല്ലാം ഒക്കെ മേടിച്ചു കൊടുക്കും. ഞാനും അങ്ങനെയാണ്, സ്ഥിരമൊന്നും മേടിച്ചു കൊടുക്കത്തൊന്നുമില്ല. ഒരിക്കലും ഒരു സ്നാക്സും അധികം കഴിക്കുന്നത് കുട്ടികളുടെ ഹെൽത്തിന് നല്ലതുമല്ല. പക്ഷേ എങ്കിൽ കുറേ ലാർജ് എമൗണ്ട് സ്നാക്സും എന്തുവാണ് കുറേ ടോയ്സും അതും ഇതും വേണമെന്നതും വേണ്ടാത്തതും മൊത്തം കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് കൊടുക്കുന്ന ഈ വീഡിയോസൊക്കെ വരി ഇതിലൊന്ന് അപ്ലോഡ് ചെയ്യും. അവരിത് ചെയ്യുന്നതിനാണ് അപ്ലോഡ് ചെയ്യുന്നത്, അവർക്ക് കണ്ടൻറ് ഇല്ല, കണ്ടൻറ് ദാരിദ്ര്യം വരുന്നത്. അവരുടെ കണ്ടൻറ് എന്ന് പറയുന്നതാണ് അവരുടെ ഷോപ്പിങ്ങും അവരുടെ ലൈഫ് സ്റ്റൈലാണ് അവരുടെ കണ്ടൻറ്റായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് അവരുടെ കണ്ടൻറ്റിന് വേണ്ടി അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കും. കുറേ നമ്മളെ കണക്കുള്ള കുറേ പാവങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അവർക്കെന്ത് സംഭവിക്കും, അവർക്കത് ഭയങ്കര റീച്ചാവുകയും അവർക്കത് യൂട്യൂബിൽ നിന്നാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും പ്രൊമോഷനായിട്ടാണെങ്കിലും അവർക്ക് നല്ലൊരു വരുമാനം അവർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു കണക്കിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കരുത്. ഇതിനെതിരായിട്ട് നമ്മൾ എന്തായാലും പ്രതികരിക്കുക തന്നെ ചെയ്യണം. ഇത്തരം ചാനലുകൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. അതിൽ ഒരു കുഞ്ഞ് ഷഫിയാത്ത എന്ന് പറയുന്ന ഒരു ചാനലിൽ, യൂട്യൂബ് ചാനലിൽ അതിൻ്റെ അമ്മ ഇങ്ങനെ ഒരു പരാതി പറയുന്നത്, ഈ ടിയ കുട്ടിയുടെ സ്ഥിരം പ്രേക്ഷകയാണ് അവരുടെ കുഞ്ഞ്, 7 വയസ്സുള്ള കുഞ്ഞ്. അപ്പോൾ അത് കണ്ടിട്ട് ഈ ടിയ കുട്ടിക്ക് ഇത്രയും ഹ്യൂജ് എമൗണ്ടിനുള്ള പൈസയ്ക്കൊക്കെയുള്ള സാധനങ്ങളും ഷോപ്പിങ്ങൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഈ കൊച്ചിന് ഭയങ്കര വിഷമം. അതില്ല, ഞാൻ എന്താന്ന് വെച്ചാലേ ഇത് ടിയക്കുട്ടി ചാത്തങ്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണ്, വ്ളോഗാണ് ടിയക്കുട്ടി അങ്ങനത്തെ ടിയക്കുട്ടി അദ്വിക് ചാത്തക്കുളം നിമിഷ രജീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണ് നല്ല വ്ളോഗാണ്. അവര് യൂട്യൂബ് ചാനലിന്റെ നെയിം അതാണ്. അപ്പൊ ഇവിടെ ഈ കുറെ കാലമായിട്ട് ഇവർക്ക് എത്രയോ 4 മില്യണോ 5 മില്യണോ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഇടയ്ക്ക് ശബ്ദം ഒരു കുഞ്ഞിന്റെതാണ്. അപ്പൊ കുട്ടിയുടെയും കൂടെ ആവശ്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് ഈ കുട്ടിയുടെ പേരിൽ തുടങ്ങിയ ചാനലാണ്. എന്നിട്ട് ഇവിടെ പെർഫോം ചെയ്യുന്നത് മൊത്തം ഈ കുട്ടിയുടെ അമ്മ ആണ്. എന്താ പെർഫോം ചെയ്യുന്നത് അവിടെ? വേറെ എന്താ പറയാ, നമ്മള് പ്രത്യേകിച്ചിട്ട് അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനുള്ള സംഭവങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എന്താ കാണിക്കുന്നത്, ഇവരൊരു ഷോപ്പിംഗ് മാളിൽ പോകുന്നു, അല്ലെങ്കിൽ ഇവർ അവിടെ പോകുന്നു, ഇവർ ഇവിടെ പോകുന്നു, എന്നിട്ട് ഇവര് കുറെ എന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ റീസെന്റ് എന്റെ മോൾക്ക് രണ്ടാമത്തെ മോൾക്ക് 7 വയസ്സാണ്. അപ്പൊ ഈ കുട്ടി എന്നോട് വന്ന് പറഞ്ഞു, ഓക്കെ അപ്പൊ നമുക്കതൊന്നും മേടിച്ചു കൊടുക്കാനുള്ള അവരെ പോലെ റിച്ചും അല്ല, നമ്മള് റിച്ച് ആണെങ്കിൽ തന്നെ നമ്മളത് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ എന്താ പറയുക മാനസികാരോഗ്യത്തിനെ തന്നെ തളർത്തുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ വീഡിയോസും വ്ളോഗ്സും. ഇത് ഒരു മനുഷ്യനും ഇതുവരെ യൂട്യൂബില് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യില്ല. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെയാണ് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് സാധാരണക്കാരായ കുഞ്ഞു മക്കള് ആരാണെങ്കിലും എല്ലാവർക്കും വീട്ടിൽ അച്ഛന്റെയോ അമ്മയുടെ കയ്യിലോ ഒരു എന്ത് ഒരു കൂലിപ്പണിക്ക് പോണ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും വീഡിയോ കാണാൻ ഇൻട്രസ്റ്റാണ്, കുഞ്ഞു മക്കളുടെ അല്ലേ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ കാണുന്നത് കുഞ്ഞു മക്കൾ കണ്ട് ടിയ കുട്ടി പറഞ്ഞ് കാണുക. ഈ ടിയക്കുട്ടിയുടെ വീഡിയോയിൽ എന്താ കാണുന്നത്, ഇങ്ങനെ സ്വപ്നതുല്യമായ കുറെ സാധനങ്ങൾ കണ്ട് ഈ പൊന്നു മക്കൾ ഇത് കണ്ട് കൊതിക്കുകയാണ് ചെയ്യണത്. അപ്പം നമ്മളെ കണക്കുള്ള നോർമൽ സാധാരണ ലൈഫ് ലീഡ് ചെയ്യുന്ന പേഴ്സൺസിനൊക്കെ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പരാതി പറയുന്നുണ്ട്. ഇത് ഇൻഫ്ലുവൻസർ എന്നും പറയുന്ന ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ലൈഫിൽ
ഇൻഫ്ലുവൻസർ മീൻസ് എന്തുവാണ്, എപ്പോഴും സമാധാനം ഒരു ലൈനിൽ പോകണം ഇല്ലേ. പക്ഷെ അതിന് പകരം മറ്റുള്ളവർക്ക് ഒരുമാതിരി കാണുന്നവർക്ക് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന, മാനസികമായിട്ട് അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് വീഡിയോസ് അല്ലേ ഇത്. ഇത്രയും ആർഭാടവും ദൂർത്തൊക്കെ ഒരു സ്കൂൾ തുറക്കുന്നതിൻ്റെ ഇതിൽ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവർ ഈ 3 ബാഗ് മേടിച്ചെന്ന് പറഞ്ഞു, ഈ 3 ബാഗിന് പോലെ ഓരോ കൊച്ചിനും ഓരോ ബാഗ് വീതം അവർക്ക് മേടിച്ചുകൂടെ? ഇത്രയും ആഡംബരമായിട്ട് ഇവർ ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടി ഈ പൈസ വാരി ദൂർത്തടിച്ച് ചിലവാക്കുന്നത്. ഇവരെന്തായാലും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പൈസ അല്ലേ ഇത് മൊത്തം സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർക്ക് കിട്ടുന്നതാണ്. ഒരു നല്ലൊരു ശതമാനം സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർക്ക് കിട്ടുന്നതാണ്. അതിൽ നിന്നൊരു നല്ലൊരു ഭാഗം പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, ഒരു 10 കുഞ്ഞുങ്ങൾക്കുള്ള ബാഗ് അല്ലെങ്കിൽ ബുക്സ്, അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തുകൂടെ? എന്തുകൊണ്ട് അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല? ഇത് മൊത്തം അവരെ ദൂരത്തിനായിട്ട് വാരി വലിച്ച് ചിലവാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ചൈൽഡ് ലൈനിൽ പരാതിയൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. പക്ഷേ എന്തായാലും പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇത്തരം ചാനലുകൾക്കെതിരായിട്ട് നമ്മൾ പ്രതികരിക്കണം. ഇപ്പോൾ ഞാനിതിൽ അവരുടെ ഇത് കണ്ടിട്ട് ഞാൻ 1-2 കമൻസ് കണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ എന്തിനീ വീഡിയോ കാണിക്കുന്നത്? അത് ഈ പറഞ്ഞത് എന്തായാലും വളരെ വിവരക്കേടെന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ മൊബൈൽ പിള്ളേർക്ക് അധികം കൊടുക്കുന്ന ഒരു ക്യാരക്ടറുള്ള പാരൻ്റ് അല്ല ഞാൻ. പക്ഷേ എങ്കിൽ അത്യാവശ്യം കൊച്ചുങ്ങൾ ചോദിക്കുന്ന, അമ്മ ഞാൻ ഇച്ചിരി മൊബൈൽ കണ്ടോട്ടെ, ബൈ ചാൻസ് എൻ്റെ പ്രസൻസിൽ നമ്മളൊരിക്കലും മൊബൈലും കുഞ്ഞുങ്ങളെ കൈ കൊടുത്തിട്ട് മാറിപ്പോയില്ല. നമ്മുടെ പ്രസൻസിൽ കുഞ്ഞുങ്ങൾ മൊബൈൽ 1 മണിക്കൂറോ അല്ലെ അരമണിക്കൂറോ ഇത് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റാണെന്ന് എനിക്കതൊരിക്കലും പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ എല്ലാ ഫാമിലിയിലും എന്താണ് മൊബൈലുണ്ട്. മൊബൈലില്ലാത്തൊരു വീട് ഇന്നത്തെ സാഹചര്യത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ഫോണും എന്തുവാണ് ഈ സോഷ്യൽ മീഡിയയായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അപ്പം കൊച്ചുങ്ങൾ കാണും, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങളെ വിലക്കാൻ പറ്റത്തില്ല. ചിലപ്പം എൻ്റെ ഇളയ കുഞ്ഞ് ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവാണ്. ആളിന് ഫുഡ് കഴിക്കാൻ നേരത്തൊന്നെങ്കിൽ TV അതല്ലെങ്കിൽ മൊബൈലിലെ കാർട്ടൂൺ എന്തെങ്കിലും കാണാതെ ആൾ കഴിക്കത്തില്ല. ഇനി എന്തൊക്കെ നമ്മൾ ആളിനെ മാറ്റാൻ ശ്രമിച്ചാലും ആൾ കഴിക്കത്തില്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ മൊബൈൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനോട് ഞാൻ എതിരായിട്ടുള്ളൊരാളായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ സാഹചര്യം കാരണം എങ്ങനെയെങ്കിലും ആൾ ഫുഡൊന്ന് കഴിച്ചോട്ടെ എന്ന് കരുതി ഇച്ചിരി നേരം ഫോൺ കൊടുക്കും. അതേ കണക്ക് ഒരുപാട് പാരൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരെയും കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ആക്ച്വലി പറയുന്നത്, ഡോക്ടേഴ്സൊക്കെ പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ഫോൺ കൊടുക്കരുത്. ഫുഡിൻ്റെ ടേസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല, അവർ ആ ഫോണിൻ്റെ ഇതിൽ വെച്ചിട്ട് കഴിക്കുമെന്നാണ്. പക്ഷേ എങ്ങനെയെങ്കിലും കഴിക്കണമല്ലോ, കഴിച്ചില്ലെങ്കിൽ കുഞ്ഞിന് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നൊരു സിറ്റുവേഷൻ്റെ പേരിൽ ഞാനിങ്ങനെ ഫോൺ കൊടുക്കാറുണ്ട്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ ഫോൺ പലപ്പോഴും കൊടുക്കാറുണ്ട്. അത് കണക്കായിരിക്കും ചില പാരൻസ് ഇങ്ങനെ ഫോൺ കൊടുക്കുന്നത്. അല്ലാണ്ട് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് ഇന്ന് 1 മണിക്കൂർ നിനക്ക് ഞാനിന്ന് ഫോൺ തരും, ഇങ്ങനെ കൊടുക്കുന്ന പാരൻസ് വളരെ അപൂർവമായിരിക്കും കേട്ടോ. പിന്നെ ചില പിള്ളേർ ഭയങ്കരമായിട്ട് പ്രഷർ ചെലുത്തി എനിക്ക് തന്നേ പറ്റുമെന്ന് പറയും. ചില പാരൻസ് അങ്ങ് വിട്ടുകൊടുക്കും. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും കുഞ്ഞുങ്ങൾ മൊബൈൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനില്ല. പൃഥ്വിരാജ് പറഞ്ഞ കണക്ക് എൻ്റെ മകളെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണിക്കത്തില്ല, ഫിലിംസ് ഒന്നും കാണിക്കത്തില്ല, അതൊക്കെ അദ്ദേഹം അവിടെ ഇരുന്ന് പറയത്തേ ഉള്ളൂ. അതൊന്നും എനിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ആയിട്ട് യാതൊരു കണക്ഷൻ ആ കുഞ്ഞിനില്ലെന്നും 12 ആകാൻ പോകുന്ന കുഞ്ഞിനില്ലെന്നോ അല്ലെങ്കിൽ ഫിലിംസ് എന്താണെന്ന് ആ കുഞ്ഞിനെ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പൊങ്ങച്ചം പറയാൻ ആർക്കും എന്തും പറയാമല്ലോ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയണം, മൂത്ത കുഞ്ഞിൻ്റെ അടുത്ത് ഒരു പരിധി വരെ നമുക്ക് പറയാൻ പറ്റും അത് പറ്റത്തില്ല, ഫോൺ യൂസ് ചെയ്തുകൂടാ. പക്ഷേ ഇളയത് ഹൈപ്പർ ആക്റ്റീവാണ്. ആളിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞ് നമുക്കത് സമാധാനിപ്പിക്കാൻ പറ്റത്തില്ല. വേണം കാണണമെന്ന് പറഞ്ഞാൽ കുറേ നേരം തരത്തില്ല എന്നൊക്കെ പറയും. അത് കഴിയുമ്പോഴത്തേക്ക് ആൾ സീനാണ്. അപ്പം പിന്നെ എന്ത് ചെയ്യും? കൊടുത്തു പോവും. അതേ കണക്കായിരിക്കും മിക്ക പാരൻസും കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂർ, അതിനപ്പുറം 1 മണിക്കൂറൊക്കെ അവർ കൊടുക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചാനലുകളല്ലേ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കത്തുള്ളൂ. അപ്പം ഇങ്ങനത്തെ ചാനൽ, ടീയക്കുട്ടി അങ്ങനെയുള്ള കൊച്ചുങ്ങളുടെ ചാനൽ വെച്ച് കൊടുക്കുമായിരിക്കും. അപ്പോൾ ഒരിക്കൽ കാണുമ്പോഴത്തേക്ക് അവരുടെ ഷോപ്പിങ്ങും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളല്ലേ അവർ പെട്ടെന്ന് ഇതൊക്കെ ക്യാച്ച് ചെയ്യും. അവർക്ക് ഭയങ്കരമായിട്ടങ്ങ് സന്തോഷമോ പറ്റിയ കുട്ടിക്ക് അമ്മ ഇത്രയൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എനിക്കിത് മേടിച്ച് തരുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡും കൂടെ ആയിട്ട് പിള്ളേർക്ക് എന്തായാലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവർ മേടിക്കുന്നതെങ്കിലും കണ്ട് സന്തോഷിച്ചിരിക്കാം എന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളിത് വീണ്ടും കാണണമെന്ന് പറയും. സ്വാഭാവികമായിട്ടും കൂടുതലും കുഞ്ഞുങ്ങളും അട്രാക്റ്റഡ് ആവുന്നത് ഈ ഒരു ഇതിലായിരിക്കും. അപ്പോൾ എന്തായാലും ചൈൽഡ് ലൈനിൽ പരാതി പോയിട്ടുണ്ടെന്നൊക്കെയാണ് അറിവ്. പോയെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണം. ഇത്രയും ഹ്യൂജ് എമൗണ്ട് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഷോപ്പിങ്ങിനും ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫിനും നയിക്കുന്നതിന് പകരം എങ്ങനെയെങ്കിലും കുട്ടിയോ അവരുടെ പാരൻസോ എൻ്റെ ഒരു വീഡിയോ കാണുന്നെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കണം, നമുക്ക് മനുഷ്യന് ഒരു ലൈഫേ ഉള്ളൂ. അതിങ്ങനെ വെറുതെ ആഡംബരം കാണിച്ച് ഒരു പുണ്യപ്രവൃത്തിയും ചെയ്താൽ വെറുതെ വേസ്റ്റാക്കി കളരും. എന്തെങ്കിലുമൊക്കെ തിരിഞ്ഞു നോക്കുമ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആരെങ്കിലും ഒരാൾ അറ്റ്ലീസ്റ്റ്
ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ സഹായിക്കേണ്ട, ദ്രോഹിക്കരുത്. നമ്മൾ പറയുന്ന പ്രവൃത്തി എന്തായാലും മറ്റൊരാൾക്ക് യാതൊരു വിധത്തിലും ചെയ്യുന്ന പ്രവൃത്തിയായാലും പറയുന്ന പ്രവൃത്തിയാണ് വാക്കാണെങ്കിലും യാതൊരു വിധത്തിൽ ഹർട്ടാവുന്നത് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക, പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുവിധമുള്ള എല്ലാവർക്കും ഭൂമിയിൽ, നമ്മുടെ ഭൂമിയിൽ തന്നെ ഒരുവിധം എല്ലാ സ്പേസിലും എല്ലാ സ്ഥലത്തും സമാധാനവും ശാന്തിയും ഒക്കെ കളിയാടും. നന്നായിട്ട് എല്ലാവർക്കും ജീവിക്കാൻ കഴിയും, മനസ്സിന് സ്വസ്ഥതയുണ്ടാവും. ഈ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാതെ നല്ലൊരു ലൈഫ്, നല്ലൊരു സ്വർഗ്ഗതുല്യമായിട്ടൊരു ജീവിതം നമുക്കുണ്ടാവുമെന്ന് എല്ലാവർക്കും പ്രത്യാശിക്കാം. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസം വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.